കുറേ ഉണ്ട്. നമുക്ക് റിട്ടേണിംഗ് ഓഫീസർ വരുന്നുണ്ട്, ഇലക്ട്രൽ ഓഫീസർ വരുന്നുണ്ട്, നമ്മുടെ ഫോംസ് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻ്റെ പേര് അനഘ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KCS ആക്ട് ആൻഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് വന്ന അമെൻമെൻറ്റിൽ ഇലക്ഷനുമായിട്ട് വന്ന ചേഞ്ചസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഏരിയകളും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇലക്ഷനിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനും റൂളും ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതും അത് തന്നെയാണ്. KCS ആക്ട് ആൻഡ് റൂൾസിൽ നമുക്ക് എല്ലാം പഠിക്കേണ്ടതാണ്. നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. തറുവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു മാർക്ക് പോലും കളയാതെ ബാക്കിയുള്ള സബ്ജക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലോ ആക്ടും റൂളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാനായിട്ട് ഇല്ല. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് അതിൻ്റെ സെക്ഷനും റൂളും. സെക്ഷൻ ഏതാണ് മക്കളെ? സെക്ഷൻ 28B റൂൾ 35A. ഏതാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 28Bയും റൂൾ 35Aയുമാണ്. അപ്പോൾ ആരായിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി? ചോദിക്കാം, വന്നിട്ടുള്ള ക്വസ്റ്റ്യനുമാണത്. അപ്പോൾ നോക്കാം. ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഗസറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സൊസൈറ്റീസിൻ്റെ എലക്ഷൻസ് ആയിക്കോട്ടെ, SCUവിൻ്റെ എലക്ഷൻ ആയിക്കോട്ടെ, CCUവിൻ്റെ എലക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ എലക്ഷൻ ആണെങ്കിൽ പോലും ആ എലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമുക്ക് മുൻപ്, അതായത് ഈ അമെൻമെൻറ്റ് വരുന്നതിന് തൊട്ട് മുൻപ് വരെ സൊസൈറ്റിയുടെ ഇലക്ഷനും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷനും അതുപോലെ തന്നെ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, ഈ മൂന്ന് ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരുന്നതെങ്കിൽ പുതിയ അമെൻമെൻറ്റ് വന്നപ്പോൾ ആരെയും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തു? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ മാറ്റം. അതായത് സെക്ഷൻ 28Bയിൽ ഫസ്റ്റത്തെ പോയിന്റിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? കണ്ടക്ട് ഓഫ് ദ ഇലക്ഷൻസ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷന് SCU ആൻഡ് CCU, SCUവിൻ്റെയും CCUവിൻ്റെയും അതിലെന്തടക്കം ഇൻക്ലൂഡിംഗ് ദ ഇലക്ഷൻ ടു ദ പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. കോപ്പറേറ്റീവ് യൂണിയൻസിൻ്റെയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിൻ്റെ എലക്ഷൻസിനും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ എലക്ഷനും വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന അതോറിറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു അതോറിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും, അവരെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, അടുത്തതിലേക്ക് പോവാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? എത്ര അംഗങ്ങളാണ്? നോട്ട് മോർ ദാൻ 3 members. എത്ര പേരാണ്? നോട്ട് മോർ ദാൻ 3 members ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത്. അതിൽ ഒരാളെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. അതായത് നമ്മൾ അതായത് ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കണം? ചീഫായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ചീഫായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫായിട്ടുള്ള വ്യക്തിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. അതിന് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പോൾ തലപ്പത്ത് ഒരാളും ബാക്കി 2 പേരുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ തലപ്പത്ത് ആളുടെ റാങ്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്തായിരിക്കും റാങ്ക്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ്. മാറ്റം വന്നില്ലേ? ഇവിടെ അമെൻമെന്റിൽ മാറ്റം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അമെൻമെന്റ് വന്നപ്പോൾ പ്രത്യേകം അതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും കൂടിയും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതും കൂടിയും പഠിക്കണം. അപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ അതായത് ആ ഒരു റാങ്കിലുള്ള വ്യക്തിയെയാണ് നമ്മൾ ഏതിലേക്ക് വരുത്തുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറാക്കി മാറ്റുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് ബാക്കി 2 പേരെ കുറിച്ചാണ്. ബാക്കി 2 പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? കമ്മീഷണേഴ്സ് ആണ്. അപ്പോൾ അവർ ഇതേ റാങ്കിലുള്ള
ആയിരിക്കോ? അല്ല, അവരുടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ. അഡീഷണൽ രജിസ്ട്രാറിന്റെ റാങ്കിൽ കുറയാത്ത ആളുകളെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് നിയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 ആളുകളാണുള്ളത്. അതിൽ ഒരാളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ റാങ്ക് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ബാക്കി 2 പേരെന്ന് പറയുന്നത് കമ്മീഷണേഴ്സ് ആണ്. അവരുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇവരുടെ ടേം എത്ര കാലത്തേക്കാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സെക്കൻഡ് പോയിന്റിൽ വരുന്നത് ഇതാണ്. ടേം എന്ന് പറയുന്നത് 5 years ആണ്. ഓക്കെ, ഇവരുടെ ടേം എന്ന് പറയുന്നത് 5 years ആണ്. അല്ലെങ്കിൽ 62 years വിച്ച് എവർ ഈസ് ഏർലിയർ. ഒന്നില്ലെങ്കിൽ 5 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതോ ഏതാണോ ആദ്യം വരുന്നത് അതാണ് നമ്മൾ ടേം ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി എന്തൊക്കെയാണ് ഇവർക്കുള്ള പവേഴ്സ് അല്ലെങ്കിൽ ഇവർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ് ആൻഡ് RCS. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ RCSന്റെയും കൺസൾട്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 പേരെ വെച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അവരെ സഹായിക്കാനായിട്ട് ആര് വേണം? ഓഫീസേഴ്സ് വേണം, അല്ലേ? ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു 3 പേര് ഉണ്ടായിക്കഴിഞ്ഞ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അപ്പോൾ അതിനെ സഹായിക്കാനും അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിനെ നിയോഗിക്കുന്ന കാര്യമാണ് 28B പറയുന്നത്. ആരെ കൺസൾട്ട് ചെയ്തുകൊണ്ടാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ് ആൻഡ് RCS. 2 പേരുമുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം അതായത് ഓഫീസേഴ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോഴോ നോമിനേറ്റ് ചെയ്യുമ്പോഴോ ഏത് അതോറിറ്റിയാണ്? അതോറിറ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. പക്ഷേ ഓപ്ഷനിൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ് ആൻഡ് രജിസ്ട്രാർ. ഡി ഓപ്ഷൻ ആയിട്ട് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ് ഓർ RCS. ആൻഡിനും ഓറിനും ലോയിൽ നല്ല പ്രാധാന്യമുണ്ട്, നമുക്കറിയാം ഇല്ലേ? ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ് ആണ് എന്നുള്ളത് ആലോചിക്കുക. ഗവൺമെന്റിനോടും RCSനോടും കൺസൾട്ട് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരെ നോമിനേറ്റ് ചെയ്യുന്നത്? ഡെസിഗ്നേറ്റ് ഓർ നോമിനേറ്റ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റ് ടു അസിസ്റ്റ് ദ കമ്മീഷൻ ഇൻ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനായാലും അതുമായിട്ട് സഹായിക്കാനായിട്ടുള്ള ഓഫീസേഴ്സിനെ, ആ ഓഫീസേഴ്സ് ആരായിരിക്കും? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആയിരിക്കും. ആ എംപ്ലോയീസിനെ ഗവൺമെന്റിനോടും RCSനോടും കൺസൾട്ട് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് ഫീസ്. ഫീസ് ഫിക്സ് ചെയ്യണ്ടേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഫീസ് ആയിരിക്കും ഉണ്ടാവുക? അല്ല, പലതരം സൊസൈറ്റികൾ നമുക്കുണ്ട് ഇല്ലേ? A ക്ലാസ് ഉണ്ട്, സൂപ്പർ ക്ലാസ് ഉണ്ട്, സൂപ്പർ ഗ്രേഡ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, D ക്ലാസ് ഉണ്ട്, പലതരം സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേ തുക നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. എല്ലാവർക്കും അതിനുള്ള എന്തുണ്ടായിരിക്കണം? എല്ലാവർക്കുള്ള നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി നടന്നു പോകുന്നതിന് ഉള്ള എമൗണ്ട് അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം? പലതരം സൊസൈറ്റീസിനനുസരിച്ച് അപ്പിക് സൊസൈറ്റീസിനും ഫെഡറൽ സൊസൈറ്റീസിനും സെൻട്രൽ സൊസൈറ്റിക്കും അങ്ങനെ പല രീതിയിൽ എന്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്? കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് റൂൾ 35 സബ്സെക്ഷൻ 3 പറയുന്നത്. റൂൾ 35B സബ്സെക്ഷൻ 3 പറയുന്ന പോയിന്റ് ഇതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഫിക്സ് fee or cost of different types of societies after considering the number of members as stood on 60 days prior to the election. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്. എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഫീസ് ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ബേസിസിലാണ്? 60 ദിവസം മുൻപേ, ഇലക്ഷന് 60 ദിവസം മുൻപേ വരെ എത്ര ആളുകളാണോ ആ സൊസൈറ്റിയിൽ മെമ്പർ ആയിട്ടുള്ളത് ആ മെമ്പേഴ്സിന്റെ നമ്പറിനനുസരിച്ചാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്? ഇലക്ഷന്റെ ഫീസ് അല്ലെങ്കിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇലക്ഷൻ ഫീസ് അല്ലെങ്കിൽ ഇലക്ഷൻ കോസ്റ്റ് എന്തിന്റെ ബേസിസിലാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ദിവസം മുൻപേ. എന്തിന് 60 ദിവസം മുൻപേ? ഇലക്ഷൻ നടക്കുന്നതിന് 60 ദിവസം മുൻപേ എത്ര പേരാണോ
സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് ആ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എലക്ഷൻ ഫീസ് അല്ലെങ്കിൽ എലക്ഷൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ പോയിട്ടുണ്ടാവും നെറ്റ് പ്രോഫിറ്റ് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ. നമ്മൾ 56-ൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പഠിക്കുമ്പോൾ ആ ഭാഗം എന്തെങ്കിലും ആയിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. എന്താണ് 60 ഡേയ്സിന് പ്രയറായിട്ട് എത്ര പേരാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എലക്ഷൻ ഫീസ് അല്ലെങ്കിൽ എലക്ഷൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ആരാണ് ഫിക്സ് ചെയ്യുന്നത് അതും ചോദിക്കാം. ആരാണ് ഫിക്സ് ചെയ്യുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ചും മറിച്ചും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോ പഠിക്കുമ്പോൾ നമ്മളൊരൊറ്റ പോയിന്റായിട്ട് പഠിക്കരുത്. എങ്ങനെയാണോ അതിൽ കൊടുത്തിട്ടുള്ളത് അത് തന്നെ പരമാവധി വായിക്കാനായിട്ട് ശ്രമിക്കുക. ആക്ടും റൂളും എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ വായിക്കുക. അതിൽ നിന്ന് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി അടുത്ത പോയിന്റ് ആണ് ആരായിരിക്കും സെക്രട്ടറി എന്നുള്ളതാണ്. സെക്രട്ടറി ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് രജിസ്ട്രാർ. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയുടെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജോയിന്റ് രജിസ്ട്രാറിന്റെ റാങ്കിൽ കുറയാത്ത വ്യക്തിയായിരിക്കണം. അദ്ദേഹമായിരിക്കും ഈ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ പോയിന്റ് ഇവിടെ പറയുന്നത്. Secretary to State Cooperative Election Commission shall be an officer not below the rank of Joint Registrar who will be the Chief Executive Officer of the Commission. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരുണ്ട്. അതിൽ ഫസ്റ്റത്തെ അതായത് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പൊസിഷനുള്ള വ്യക്തി അതായത് CEO ആണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ CEOൻ്റെ റാങ്ക് നമ്മൾ എന്ത് പറഞ്ഞു? ജോയിന്റ് രജിസ്ട്രാറിൻ്റെ റാങ്കിൽ കുറയാത്ത വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ 2 റാങ്ക്സ് നമ്മൾ പഠിച്ചു. ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ റാങ്ക് ആയിരുന്നു, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ അടുത്തത് കമ്മീഷണേഴ്സിൻ്റെ റാങ്ക് പഠിച്ചു. അതായത് ബാക്കി 2 പേരും കമ്മീഷണേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ കമ്മീഷണേഴ്സിൻ്റെ റാങ്ക് എന്തായിരുന്നു പറഞ്ഞേ? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ എന്തായിരുന്നു ആ റാങ്ക് എന്നുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്മുടെ അമെൻമെൻറ്റ് വന്നിട്ട് പുതുതായിട്ട് ആഡ് ചെയ്ത റൂളായിരുന്നു റൂൾ 35CA. എന്തായിരുന്നു മക്കളെ? റൂൾ 35CA മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പർ. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞാൽ 21 പേരുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 21 പേരിൽ 15 പേരെ നമ്മൾ എന്തായിട്ടാണ് ചെയ്യണേ? ഇലക്ഷൻ വഴിയാണ് എടുക്കണം. അതായത് നമ്മുടെ A ക്ലാസ് മെമ്പേഴ്സ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അവർ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും എന്ന് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള റൂളാണ് ഏതെന്ന് പറയുന്നത്? റൂൾ 35CA എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് 2 വട്ടോ 3 വട്ടോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ എത്ര പേരായിരിക്കും ഉണ്ടായിരിക്കുക? നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൽ A ക്ലാസ് മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കിയേ, The Board of Directors of Kerala State Cooperative Bank shall consist of not more than 21 members, of which അതിൽ 15 members, 15 members shall be elected by Class A members of the State Cooperative Bank. അതായത് 21 പേരിൽ A ക്ലാസ് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതിൽ ആർക്കാണ്? അതായത് A ക്ലാസ് മെമ്പേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു കാറ്റഗറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ A ക്ലാസ് മെമ്പേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 15 പേര് എന്ന് നമ്മൾ പറഞ്ഞു. ആ 15 പേരെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ 14 മെമ്പേഴ്സ് ആരായിരിക്കും? കേരള ബാങ്കിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ DCB ആയിരുന്നു മുന്നേ വന്നിരുന്നത്. ഇപ്പോൾ DCB നിലവിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിനെയും, അതായത് എല്ലാ പാക്സിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ ആൾ എന്ന രീതിയിൽ 14 പേരാണ് വരുന്നത്. അതാണ് 14 മെമ്പേഴ്സ് one from each district as representing the PACs. ഓരോ പാക്സിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഡിസ്ട്രിക്റ്റിലെ പാക്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ എന്നുള്ള നിരക്കിൽ 14 പേര്. ആ 14 പേരെ തന്നെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൽ ജനറൽ വരും, വുമൺ വരും, SC/ST റിസർവേഷൻ വരും. ഓക്കെ, ജനറൽ കാറ്റഗറിയിൽ നിന്ന് 10 പേരാണ്. ആ 10 പേർക്കും പ്രത്യേകതയുണ്ട്. അവരുടെ ഏജ് എങ്ങനെയായിരിക്കണം? നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്. 40 വയസ്സ് കഴിയാത്ത, അല്ലെങ്കിൽ മാക്സിമം ഏജ് നോട്ട് എക്സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിയാനായിട്ട് പാടില്ല. അതാണ് മാക്സിമം ഏജ് എന്ന് പറയുന്നത്. എത്രയാണ്? 40 ഇയേഴ്സ് ആയിരിക്കണം. അങ്ങനെ എത്ര പേരാണ് മക്കളെ? 10 പേരാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ 14 പേരിൽ 10 പേര് ജനറൽ കാറ്റഗറിയിൽ നിന്ന്. ബാക്കി എത്ര പേരുണ്ട്? 4 പേരും കൂടി ഉണ്ട്. അതിൽ 3 ആള് എവിടേക്ക് പോകും? വുമൺ റിസർവേഷനിലേക്ക് പോകും. ഓക്കെ ആണോ? 4 പേര് വുമൺ റിസർവേഷനിലേക്ക് പോയി. ആ വുമൺ റിസർവേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരാള് എന്താവാൻ പാടില്ല? 40 വയസ്സ് കഴിയാത്ത ആളായിരിക്കണം. അതാണ് വൺ മെമ്പർ ഷാൽ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്. 40 വയസ്സ് കഴിയാത്ത കാറ്റഗറിയിൽപ്പെട്ട ഒരാളായിരിക്കണം. ഇനി അടുത്തത് SC/ST റിസർവേഷൻ ആണ്. അത് ഒരു സീറ്റാണ് റിസർവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കേരള ബാങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു 15 പേര് A ക്ലാസ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ A ക്ലാസ് മെമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ 15 പേര് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ആ ഇലക്റ്റഡ് മെമ്പേഴ്സിൽ 14 പേര് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞേ? ഓരോ പാക്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള ഓരോ ആളുകൾ. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ 10 പേര്. അവിടെ നമ്മൾ ഏജ് പറയുന്നുണ്ട്. എത്രയാണ്? 40 വയസ്സ് കഴിയാത്ത ആളായിരിക്കണം എന്ന് പറഞ്ഞു. വുമൺ കാറ്റഗറിയിൽ 3 പേര്, SC/STയിൽ ഒരാൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ 14 പേരുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരാളാണുള്ളത്. ആ ഒരാളെന്ന് പറയുന്നത് സ്റ്റേറ്റിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ഒരാളായിരിക്കണം. അതാണ് വൺ മെമ്പർ റെപ്രസെൻറ്റിംഗ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. മനസ്സിലായോ? ഇതാണ് 15 പേര്. ഇത് നമുക്ക് 21 ആൾക്കാരെ പഠിക്കാനുണ്ട്. ബാക്കി 6 ആളെയും കൂടി ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ 15 പേരെ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചേക്കുക. ഇനി വേറൊരു സമയമൊന്നുമല്ല, ഇപ്പം തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരും. കാരണം അമെൻമെൻറ്റ് പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇത് പഠിച്ചേക്കുക. എളുപ്പമല്ലേ ഇത് പഠിക്കാനായിട്ട്? ഇനി നമുക്ക് ബാക്കി 6 ആൾക്കാരെ കുറിച്ച് പറയണം. ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ പറഞ്ഞു ഓരോ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാരാണ് വരിക എന്ന് പറഞ്ഞു പാക്സിൽ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പോൾ രജിസ്ട്രാർ എന്താ ചെയ്യുന്നത്? അതായത് രജിസ്ട്രാർ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഇട്ടിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരേ ഡിസ്ട്രിക്റ്റ് തന്നെ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അവസരം കിട്ടുന്ന രീതിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നോക്കാം. The district from which women, SC/ST members and members not exceeding the age of 40 to be elected shall be decided by the decide ചെയ്യുന്നതെന്ന് പഠിക്കണം. Registrar of Cooperative Society by the way of taking lots. അപ്പോൾ ലോട്ട് ഇട്ടുകൊണ്ട് ആരാണ് തീരുമാനിക്കുന്നത്? രജിസ്ട്രാർ ആണ് തീരുമാനിക്കുന്നത്. ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ്? വുമൺ കാറ്റഗറിയിലേക്കും അതുപോലെ തന്നെ SC/ST മെമ്പേഴ്സും അതുപോലെ തന്നെ 40 വയസ്സ് കഴിയാത്ത ആ ഒരു കാറ്റഗറിയിലേക്ക് പെട്ട ആളുകളെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ആണ്. എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ട് ഇട്ടിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലോട്ട് ഇട്ടിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലോയിൽ വേറൊരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കണേ. ആ ഒരു ആൻസർ കിട്ടുകയാണെങ്കിൽ, അതായത് ആ ഡിസിഷൻ നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് എടുക്കുക. ഏത് ഡിസിഷനാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കാമല്ലോ നമ്മൾ എത്ര പേരത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോട്ട് ഇട്ടിട്ടാണ് തീരുമാനിക്കുന്ന വ്യക്തി രജിസ്ട്രാർ ആണ്. അതിവിടുത്തെ ഇപ്പം തന്നെ പഠിച്ചേക്കുക. 2 പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈച്ച് സബ്സിക്യൂട്ടീവ് ടേംസ്, അതായത് ഇനി വരുന്ന ടേംസിലൊക്കെ the districts once represented in each category shall be excluded from the lot till all the districts have been represented. അതായത് ഒരു വട്ടം കിട്ടിയ ഡിസ്ട്രിക്റ്റ്, ഇപ്പോൾ തൃശ്ശൂരാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം ലോട്ട് ഇടുമ്പോൾ ആരിടില്ല? തൃശ്ശൂരിന് ഇടില്ല. കാരണം പിന്നെയും തൃശ്ശൂരിന് വന്നാൽ ശരിയാവില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഡിസ്ട്രിക്ട്സും വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ആർക്ക് അവസരം കൊടുക്കുള്ളൂ? ആദ്യം വന്ന വ്യക്തിക്ക് അവസരം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആർക്കാണോ ലോട്ട് കിട്ടിയത് അയാളെ നമ്മൾ അടുത്ത ടേമിൽ, അതായത് ഇനി വരുന്ന ടേമിൽ അവരെ നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. മനസ്സിലായോ? ഇനി
ബാക്കിയുള്ള 6 മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? 14 പേര് നമ്മൾ എന്ത് പറഞ്ഞു? ഓരോ പാക്സിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അതിൽ 10 പേര് ജനറൽ കാറ്റഗറിയിൽ നിന്ന്, 3 വുമൺ, ഒരു SC ST, ഒരു അർബൻ. അത്രയും 15 പേരെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. 2 പേര് എന്താണ്? ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെന്റ്. അതായത് ഓൾറെഡി തസ്തികയിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി പ്രൊഫഷണലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നുമുള്ള 2 പേരെ ആര് നോമിനേറ്റ് ചെയ്യും? ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. അങ്ങനെയുള്ള 2 പേര് നമ്മുടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരും. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ കേരള ബാങ്കിന്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ആരാണ്? അല്ലെങ്കിൽ ഇതിൽ പെടാത്ത, അതായത് ഓഡ് വൺ ഔട്ട് ആരാണ്? അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണം മാത്രം തന്നിട്ട് ബാക്കിയുള്ളത് തെറ്റിച്ച് തരാം. അപ്പോൾ ഈ 4 ആൾക്കാരെയും നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ ആണോ? അപ്പോൾ എത്ര എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4. ആ 4 പേര് ആരൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആരായിരിക്കും? അതായത് ഏറ്റവും നമ്മുടെ ടോപ്പ് ലെവലിലുള്ള വ്യക്തി ആരാണ്? സെക്രട്ടറി, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള, അല്ലേ? സെക്രട്ടറി എക്സ് ഒഫീഷ്യോ ആയിട്ട് വരുന്നത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സെക്രട്ടറിയാണ് സെക്രട്ടറി. പിന്നെ അടുത്തത് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ അടുത്തത് ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരുടെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്തത് ചീഫ് ജനറൽ മാനേജർ, അതായത് നബാർഡിന്റെ ഒക്കെ CGM-നെയാണ് പറയുന്നത്. ആ 4 പേരുമായിരിക്കും എന്തിൽ വരുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സെക്രട്ടറി, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, രജിസ്ട്രാർ, ചീഫ് എക്സിക്യൂട്ടീവ് കേരള ബാങ്ക്, CGM, നബാർഡ്. ഓക്കെ ആണോ? ഇത്രയും പേരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റൂൾ ഏതായിരുന്നു? റൂൾ 35CA ആണ്, പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഈ മെമ്പേഴ്സിന് മൊത്തം നമ്മൾ എത്ര പേരാന്നാ പറഞ്ഞേ? നോട്ട് എക്സീഡിങ് 21 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഫീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഫീസ് എന്തിൻ്റെ ബേസിസിലാണെന്നാ പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? എന്തിൻ്റെ ബേസിസിലായിരുന്നു? ഇലക്ഷൻ 60 ദിവസം മുൻപേ എത്ര പേരാണോ അവിടെ ഉള്ളത്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ആ ഒരു സൊസൈറ്റിയിലുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ഇലക്ഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സൊസൈറ്റിക്ക് ഇലക്ഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റൂൾ 35E, ഇതും പുതിയ അമെൻമെൻറ്റിൽ ചേഞ്ച് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഫീസൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ആ ഫീസസ് എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. Every cooperative society or cooperative union have pay fee to the election to the government. എങ്ങനെയാണ്? ആർക്കാണ് പേ ചെയ്യുന്നത്? നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അതോറിറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ അടയ്ക്കുന്നത് ആർക്കാണ്? ഗവൺമെന്റിലേക്കാണ് അടയ്ക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇലക്ഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് വേറെ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് വേറെ, സൊസൈറ്റീസ്ക്ക് വേറെ, അങ്ങനെ പലതരം എലക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരൊറ്റ ഇലക്ഷൻ അല്ല. അപ്പോൾ അവർക്കൊക്കെ ഫീസിലും ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയാൽ പോകുന്നത്. ഇലക്ഷൻ ഫീസ് അടയ്ക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ഗവൺമെന്റിനാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പെക്സ് സൊസൈറ്റിയോ SCO ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പെക്സ് സൊസൈറ്റിയോ SCO ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടയ്ക്കേണ്ടത് 7500 രൂപയാണ്. എത്രയാണ്? 7500 ആണ്. ഇനി ഒരു സെൻട്രൽ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റിയോ ആണെന്ന് വിചാരിക്കുക, അവർക്ക് 4500 ആണ് വരുന്നത്. ഓക്കെ, അപ്പെക്സോ SCO ആണെങ്കിൽ 7500, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ 4500, ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 3000, ഇതിൽ പെടാത്ത സൊസൈറ്റികളും CCയും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500. ഓക്കെ ആണോ? ഇതിപ്പോൾ തന്നെ പഠിച്ചോ? വേഗം ബൈ ഹാർട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പെക്സ് ആണെങ്കിൽ അതായത് നമുക്ക് മിനിമം വരുന്നത് 1500, മാക്സിമം വരുന്നത് 7500 ആണെന്ന് ആലോചിക്കാം. മുൻപത്തെ ഡിജിറ്റ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റൂ, കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ മിനിമം 1500 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം 7500 ആണ് വരുന്നത്. മിനിമം വരെ ആർക്കാണ്? CCUനും അതുപോലെ തന്നെ ബാക്കിയുള്ള സൊസൈറ്റീസിനുമാണ് വരിക. ഇനി ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 3000, സെൻട്രൽ ആൻഡ് ഫെഡറൽ ആണെങ്കിൽ 4500, അപ്പെക്സ് ഓർ SCO ആണെങ്കിൽ 7500 ആണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. ആ ആൾക്കാർ ആരൊക്കെയാന്ന് പറയാം.
ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് SC/ST ആണ് മെമ്പേഴ്സ്, അതായത് മെജോറിറ്റി ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് SC/ST ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണ്ട, ഫീസ് അടയ്ക്കേണ്ട. അതുപോലെ തന്നെ സ്കൂൾ സൊസൈറ്റീസിന് അടയ്ക്കേണ്ട. ഈ പോയിന്റ് താഴെ വരേണ്ടതായിരുന്നു. അതായത് ഫസ്റ്റ് ഇലക്ഷൻ ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സംഷൻ ചോദിക്കും, എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ ഏരിയയിൽ വരുന്നതാണ്. ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ അവരുടെ ഫസ്റ്റ് ഇലക്ഷന് നമ്മൾ എന്തടക്കേണ്ട ആവശ്യമില്ല, ഇലക്ഷൻ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസേബിൾഡ് പേഴ്സൺസിനോ അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കോ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇലക്ഷൻ ഫീസാണ് പഠിച്ചത്. അപ്പെക്സ് അല്ലെങ്കിൽ SCU കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു 7,500 ആണ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് സെൻട്രലും ഫെഡറലും. അതിൽ നമ്മൾ എത്ര പറഞ്ഞു, 4,500 പറഞ്ഞു. ക്രെഡിറ്റ് ആൻഡ് ഹൗസിങ്ങിന് നമ്മൾ പറഞ്ഞു 3,000 ആണ്. അതേഴ്സ് സൊസൈറ്റീസിലാണെങ്കിൽ അതേഴ്സ് സൊസൈറ്റീസ് ഉണ്ടെങ്കിൽ ഈ കാറ്റഗറിയിലൊന്നും പെടാത്ത, അതുപോലെ തന്നെ CCUം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട ഫീസ് 1,500 ആണെന്ന് പറഞ്ഞു. ഇത് അടയ്ക്കേണ്ടാത്ത, അതായത് എക്സംഷൻ കൊടുത്തിട്ടുള്ള, ലോയിൽ നമ്മൾ എക്സംഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അടുത്തത് കണ്ടത്. ഒന്നാരായിരുന്നു, ഫിസിക്കലി ഡിസേബിൾഡിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് ആണെങ്കിൽ അവരടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരായിരുന്നു മക്കളെ, പിന്നെ ആരെയാ പറഞ്ഞത് നമ്മൾ, SC/ST ആണ് മെജോറിറ്റി, അതായത് SC/ST പേഴ്സൺസ് ആണ് മെജോറിറ്റി ആ സൊസൈറ്റിയിൽ, പ്രൈമറി സൊസൈറ്റിയിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് ആരായിരുന്നു, സ്കൂൾ സൊസൈറ്റീസ് അടയ്ക്കേണ്ടതില്ല. ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ അവരുടെ ഫസ്റ്റ് ഇലക്ഷനും അടയ്ക്കേണ്ടതില്ല. ഈ 4 കേസസിലാണ് എലക്ഷൻ ഫീസിന് നമ്മൾ എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? അത് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ. ഇനി എലക്ഷൻ്റെ പ്രൊസീജിയർ നമുക്കറിയാം, കുറച്ചധികം ഉണ്ട് ഇല്ലേ, കുറേ ഉണ്ട്. നമുക്ക് റിട്ടേണിംഗ് ഓഫീസർ വരുന്നുണ്ട്, ഇലക്ട്രൽ ഓഫീസർ വരുന്നുണ്ട്, നമ്മുടെ ഫോംസ് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ഷോർട്ട് കട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതായത് ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതുപോലെ തന്നെ ഫുൾ, അതായത് ഏതൊരു സമയത്ത് വേണമെങ്കിലും 24/7 സപ്പോർട്ട് കിട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. അതിപ്പോൾ എക്സാം സംബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സംബന്ധമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഏതൊരു കാര്യത്തിനും എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വാട്സപ്പ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ താഴെ നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നമുക്ക് ഏതാണ് 7736122215 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അല്ല, കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ബാച്ചിൻ്റെ പ്രത്യേകത, ഇത് പ്രീ ബുക്ക് ചെയ്യണം. നമുക്ക് ഈ ഓഫർ ഭയങ്കര ലിമിറ്റഡ് ആണ്. കാരണം നമുക്ക് നല്ല റിസൾട്ട്സ്, നമ്മുടെ ബാച്ചിൻ്റെ റിസൾട്ട്സ് നമുക്ക് പറയാനായിട്ട് ഇഷ്ടം പോലെ റിസൾട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ റിസൾട്ട്സിനൊക്കെ നമുക്ക് ഒരു ജോലി എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എൻട്രിയിൽ വന്ന് പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഇട്ട എല്ലാവർക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ജോലി അവർ നേടിയിട്ടുണ്ട്. അതിൻ്റെ സക്സസ് സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ സക്സസ് സ്റ്റോറി നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ കണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ആ ഒരു ജോലി നേടണം, നമ്മൾ ആ ഒരു പാർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന രീതിയിലുള്ള നമ്മൾ ഇപ്പോൾ കണ്ടുവന്നിട്ടേ ഉള്ളൂ അതൊക്കെ ഇല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളായിരിക്കാം അങ്ങനെ ഒരാൾ. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് പ്രീ ബുക്ക് ചെയ്യുക. 28-ാം തീയതി വരെയൊക്കെയുള്ള ഓഫർ. അപ്പോൾ അതിനുള്ളിൽ പ്രീ ബുക്ക് ചെയ്യേണ്ടവർ പ്രീ ബുക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്